എന്റെ തീരുമാനത്തിൽ തെറ്റു വന്നാൽ എന്റെ വിധിക്ക് തെറ്റു വന്നു എന്നാണ് എന്റെ അർത്ഥം. എന്റെ വിധിനെ ഞാൻ തെറ്റിക്കാറില്ല. ലാലേട്ടൻ്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ പുള്ളിയുടെയൊക്കെ എവറിബഡി നോസ് ഈസ് എ ലെജൻഡ്. സോ പുള്ളിയുടെ മുമ്പിൽ മര്യാദയ്ക്ക് ഡയലോഗൊന്നും ഫംബിൾ ചെയ്യാതെ ഡെലിവറി ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ റെഫറൻസസ് എടുക്കുക, പറഞ്ഞ ചില അനാർക്കിസ്റ്റുകളെ കണ്ടിട്ടുള്ളതും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പറയുന്ന ശൈലികളും ആ കവിത ചൊല്ലുന്ന ശൈലിയൊക്കെ അങ്ങനത്തെ ഒരു പുള്ളി ഓർത്തെടുക്ക് പറയുന്നതൊക്കെ സിഗരറ്റൊക്കെ കയ്യിൽ വെച്ചിട്ട് പറയുന്നതൊക്കെ അത് എനിക്ക് അനാർക്കിസ്റ്റുകളുടെ ബോഡി ലാംഗ്വേജ് ആണോ. സൂപ്പർ ശരണ്യയിൽ ഒരു സീനുണ്ട്, ഞാൻ അർജുന ശോകനോട് പറയുന്നുണ്ട്, ഇനി നിന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് സീരിയല് കാണാൻ ഈ അഭിലാഷ് കുമാറിനെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട്. ഇയാളത് ചങ്കത കിടന്നിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇയാൾക്ക് അറിഞ്ഞൂടാ അത് തമാശയാണ്. പക്ഷെ ചില സിനിമകളിൽ നമ്മൾ ബോധപൂർവ്വം ഇത് തമാശയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കേരളത്തിലെ ഓഡിയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓഡിയൻസ്, ഓപ്പൺ ടു എക്സ്പെരിമെന്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, അവരായിരുന്നു ബോറടിപ്പിക്കരുത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് കാറ്റഗറിയും ദേ ആർ വില്ലിങ്. നായകനായിട്ട് ചെയ്തിട്ട് അത് സിനിമ വിജയിക്കുമ്പോൾ അത് മുന്നോട്ട് അത് ഭയങ്കര സ്വാഭാവികമാണ്. നമ്മൾ ഒരു സീൻ ചെയ്യുന്നു, ആ സീൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത. കാരണം ആരോടൊപ്പം അഭിനയിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, അത് വേറൊരു സംഭവമുണ്ട്. പക്ഷെ അതിന് കിട്ടുന്നൊരു സന്തോഷം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണൂർ സ്ക്വാഡിലെ ക്യാരക്ടർ ഇപ്പോഴും സ്പെഷ്യൽ ആണ്. 10-20 കൊല്ലം മുമ്പേ നിന്റെ ശരീരഘടനനെ കളിയാക്കുമായിരുന്നു, ഇന്നത് തീരെ നോനോ ആണ്. 20 years back it was okay. ഇന്ദ്രൻ സാറിനെ ഒക്കെ നമുക്ക് കേട്ടിട്ട് അല്ലേ, ടൈം ഇറ്റ് വാസ് ലൈക്ക് നൂലുണ്ട ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി. സൊസൈറ്റി ഹാസ് ചേഞ്ച്ഡ്. സ്പോണ്ടേനിയസ്ലി കഥ ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കഥയൊക്കെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ അത് മുന്നോട്ട് പോയില്ല. കഥയൊന്നും നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇടിച്ചു കുറച്ചു ദൂരം പോയി അങ്ങനെ ഉണ്ടാക്കും. പക്ഷെ ചില ത്രെഡുകളായിരിക്കും നമുക്ക് അത് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. നമസ്കാരം. മീഡിയയോടൊപ്പം ഉള്ളത് സജിൻ ചെറുകൈ, സിദ്ധാർത്ഥ് ഭരതൻ ആൻഡ് ജിഷ്ണു ഹേനന്ദ്രൻ. വെൽക്കം. ആൻഡ് പുതിയ ചിത്രത്തിന്റെ വിശേഷമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. പറന്ന് 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 ചെല്ലാൻ, ആ പേരിൽ തന്നെ ഒരു ഗൃഹാതുരത്വം ഉണ്ട്. നമ്മൾ കേട്ട് പഴകിയ ഒരു പാട്ടിന്റെ വരികളാണ്. അതിനപ്പുറത്തേക്ക് ട്രെയിലർ കാണുമ്പോഴും ടീസർ കാണുമ്പോഴും വളരെ റൂട്ടഡ് ആയിട്ടുള്ള, വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു കഥയെ ഇന്റൻസ് ആയിട്ടുള്ള കളേഴ്സിൽ പ്രസന്റ് ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് സിനിമ എന്താണ്, സംവിധായകനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിനിമ ഈ പേരിൽ തന്നെ അതിൻ്റെ അതൊരു കോണ്ടന്റ് ഉണ്ട്. പറക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ്. അത് എന്തിലോട്ടാണ് എന്നുള്ളതാണ് സിനിമയുടെ ഒരു കോണ്ടന്റ് വരുന്നത്. പറഞ്ഞ പോലെ തന്നെ റൂട്ടഡ് ആണ്. പാലക്കാട് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, പാലക്കാടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റൂട്ടഡും പിന്നെ കുറേ നാളായിട്ടുള്ളൊരു മലയാള സിനിമയുടെ പ്യുവർ മലയാള സിനിമ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാവുന്നൊരു ഇതാണ്. അതാണ് അതിൻ്റെ ടെർമിനോളജി വരുന്നത്, പ്യുവർ മലയാള സിനിമ. കൂടുതൽ മലയാള സിനിമ ഇന്റർനാഷണലിലേക്ക് മാറുന്നു എന്ന് പറയുന്ന സമയത്ത് തിരിച്ച് വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് അതിന് പ്രസന്റ് ചെയ്യുന്നതിൽ ഒരു ട്രിക്കിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ട്രിക്കിനെസ് ഒന്നുമില്ല, ഇതിങ്ങനെ വായിച്ചപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നി. ഇപ്പം അതിൻ്റെ ഒരു വിഷ്വൽ പാറ്റേൺ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ DOP ആയിട്ടുള്ള മധുവമ്പാട് സാറിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നേരത്തെ ഉള്ള വർക്കുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പം ആ ഒരു വർക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ ഫിക്സ് ചെയ്യുന്നതും. ഇതിൻ്റെ കളർ ടോൺ ആണെങ്കിലും ഇതിങ്ങനെ തന്നെ വേണം. ഒരുപാട് നൈറ്റ് സീക്വൻസ് ഉണ്ട്, അപ്പോൾ നൈറ്റ് സീക്വൻസ് ഇങ്ങനെ തന്നെ വേണമെന്ന് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതിൻ്റെ ഒരു ത്രെഡ് പറയാൻ പറ്റുന്നതാണോ? ആ ത്രെഡ് പറയാൻ പറ്റാത്ത, ഇത് സാധാരണ ഒരു കുഞ്ഞു സിനിമയാണ്, അതല്ലാണ്ട് ഇത് ഭയങ്കര വലിയ ത്രെഡ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമയൊന്നുമല്ല. ഇതൊരു നാട്ടിൽ നടക്കുന്ന 2 ദിവസം നടക്കുന്ന ഒരു കഥയാണ്. മെയിൻ സ്റ്റോറി, മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമേ ഉള്ള സ്റ്റോറി. ആ 2 ദിവസത്തിനുള്ളിൽ ഒരു തറവാട്ട് വീട്ടിൽ ഒത്തുകൂടുന്ന കുറേ ബന്ധുജനങ്ങളും അവിടെ നടക്കുന്ന ഒരു വാർഷിക പൂജയും ഒക്കെ തന്നെ. പാലക്കാടിൻ്റെ കൾച്ചർ ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വാർഷിക പൂജയാണ് ബേസിക് ഇത്. അവിടെ വരുന്ന ബന്ധുക്കളും അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകളും ഒക്കെയാണ് എല്ലാം ഈ പറഞ്ഞ റൂട്ടഡ് ആയിട്ടുള്ള അവരുടെ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ സാധാരണ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ തന്നെയുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഈ 2024 2 സിനിമകൾ, അത് രണ്ടും വലിയ ഹിറ്റാവുന്നു. ഹിറ്റാവുക എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി മാത്രമല്ല, ക്രിട്ടിക്കലി കൂടെ അതിന് ഇന്റർനാഷണലി അക്ലമേഷൻസ് കിട്ടുന്നു. അത് ബെസ്റ്റ് ഹൊറർ മൂവി ആയിട്ട് പ്രമേഹം വരുന്നു. ത്രില്ലർ, ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ ഒരു ട്രെൻഡ് സെറ്റ് ആവുന്നു. ഇതിനുശേഷം തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ചട്ടമ്പിയായ മാടമ്പി എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് ഈ സിനിമയിലേക്ക് വരുന്നു. ഈ ഒരു വെർസറ്റാലിറ്റി വേണമെന്ന് തീരുമാനം എടുക്കുന്നത്, അല്ലെ ഇത്തരം
സെലക്റ്റീവ് ആകുന്നത് എങ്ങനെയാണ്? ഒരു കാലഘട്ടത്തിന് ശേഷം അങ്ങനെ മാറിയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണോ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ നല്ലതല്ലേ, അതല്ലേ ചെയ്യണ്ടേ. പേഴ്സണലി അതെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഐ ഡോണ്ട് നോ, പീപ്പിൾ കെയിം ടു മീ വിത്ത് ഗുഡ് തിങ്സ്. അതിപ്പോൾ ഞാൻ ഓപ്പറേറ്റ് ചെയ്തതല്ല, ഇതൊക്കെ എൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങളാണ്. ബ്രഹ്മയോഗത്തിന് എന്നെ വിളിക്കുന്നതും പറഞ്ഞു ഇവൻ എന്നെ വിളിക്കുന്നതും ഇത് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടല്ലല്ലോ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. എന്തുകൊണ്ടാണ് ഹാപ്പൻ ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ജസ്റ്റ് ഹാപ്പൻ. ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? ലൈക്ക് എത്തരത്തിലുള്ള ഒരു സ്വഭാവം? സതീശൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് ഡ്രൈവറാണ് പുള്ളി. ഈ പറഞ്ഞ കുടുംബയോഗത്തിന് എത്തിച്ചേരുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ ഇവൻ ഈ പറഞ്ഞ ഇതിൽ ഈ മെലുവിൻ്റെയൊക്കെ ഇടയിൽ, ഈ സംഭവത്തിൻ്റെയൊക്കെ ഇടയിൽ ഒരു ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മെയിൻ മെമ്പറായിട്ട് വരുന്ന ഒരാളാണ്, കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ നമ്മൾ യു ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് ദറ്റ് ക്യാരക്ടർ. മേ ബി കണ്ടിട്ടുണ്ടാവാം ഇത്തരം ആൾക്കാരെ നാട്ടിൻപുറത്ത്. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ 3 കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാലഘട്ടങ്ങൾ വേറെയാണ്, അതിൽ വരുന്ന വേഷങ്ങൾ വേറെയാണ്, അതിന്റെ സ്വഭാവങ്ങൾ വേറെയാണ്. അപ്പം പേഴ്സണലി ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടി വരുമല്ലോ. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അത്തരം സ്റ്റഡി നടത്തിയിട്ടുണ്ടോ മുന്നേ? ബാക്കി സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവൻ പറഞ്ഞിരുന്നത് ഇയാൾക്ക് ഇത്തരം ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ലുക്കൊക്കെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ പേരിൽ തന്നെയാണ്. അങ്ങനെ ആ ലുക്കിൽ തന്നെ പകുതി കിട്ടണം ആളാരാണെന്നുള്ളതിൻ്റെ ഒരു സാധനം. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തതേ ഉള്ളൂ. ഈ ബ്രഹ്മയുഗത്തിലെ കഥാപാത്രവും സൂക്ഷ്മദർശിനിയിലെ കഥാപാത്രവും അതിനും ഇത്തരം ഒരു സ്റ്റഡി ഉണ്ടായിട്ടുണ്ടോ? ഒബ്വിയസ്ലി ബ്രഹ്മയുഗത്തിലെ കഥാപാത്രത്തിന് ഈ പറഞ്ഞ പോലെ അയാളുടെ കുറേ ചേഷ്ടകൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും, സൂക്ഷ്മദർശിനിയിലെ ഇതിൽ ചേഷ്ടകളെക്കാട്ടിലും ഉപരി ആ സീരിയസ് കോമഡി എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ സാധനങ്ങളും. ഇത് രണ്ടും അല്ലാതെ എങ്ങനെ ഒരു ഒരു ഭയങ്കര വേറൊരു മൂഡ് കൊണ്ടുവരാൻ പറ്റും, ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു പേടിയോ സാധനം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അടുത്തതിൽ വേറെ, അതിൻ്റെ വേറെ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ 2024 നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പേര് കൂടെ അല്ല ഐഡന്റിറ്റി കൂടെ തന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു സഞ്ജയനെ സംബന്ധിച്ചിടത്തോളം. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നെടുത്തുനിന്ന് ഒരു റൈറ്റർ എന്നുള്ള കൂടെ പേരിൽ വരുന്നു. അതും പ്രേമലു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷന് മുകളിലേക്ക് കാതലൻ വരികയും ചെയ്യുന്നു. ഈ ഒരു 2024 എത്രത്തോളം ഫേവറേറ്റ് ആയിരുന്നു? വളരെ നല്ല വർഷമായിരുന്നു 2024. സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാതലൻ റിലീസ് ചെയ്യാൻ എന്നുള്ളത് ഒഴിച്ചാൽ വളരെ നല്ല വർഷമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ OTT ഇറങ്ങി, അപ്പോഴും നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമുള്ള വർഷമാണ്. എന്തായാലും കഴിഞ്ഞ വർഷം മോശമായിട്ടില്ല. ഇതിനു മുന്നേ ഒക്കെ നമ്മൾ ഹാസ്യതാരം എന്നുള്ള രീതിയിൽ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ വന്നപ്പോഴേക്കും കുറച്ചുകൂടെ ടെക്കി ആയിട്ട് കൂടെ ആളുകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാ? ഇതില് ഈ ഐ ആം കാതലനിൽ ബേസിക്കലി ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന റോളൊന്നുമല്ല, എനിക്ക് വേണ്ടി എഴുതിയ റോളൊന്നും വരുന്നില്ല. ഗിരീഷ് തന്നെ അത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കാസ്റ്റ് ചെയ്യുന്നു. എഴുതുന്ന കാര്യത്തിൽ ഞാൻ സൈബർ സെക്യൂരിറ്റി ആ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് റിസർച്ചും ആ കാര്യത്തിൽ കുറച്ച് താല്പര്യമുണ്ട്. ടെക്നോളജിയോട് ഒരു താല്പര്യമുള്ള ആളാണ്. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ അത്തരം കഥകൾ എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരാണെങ്കിലും സിനിമയ്ക്ക് പുറകിൽ കൂടെ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഈ അഭിനയത്തിലേക്ക് വരുമ്പം ഈ പിന്നണിയിലുള്ള അനുഭവങ്ങള് മുൻവിധികൾ ഉണ്ടാക്കാറുണ്ടോ? മുൻവിധികളോ? നമുക്ക് ഈ കഥ കിട്ടുന്ന സമയത്ത് ഇത് ഇത്തരത്തിലായിരിക്കാം റിഫ്ലക്റ്റ് ആവുന്നത്, ഈ തരത്തിൽ നമുക്ക് ഔട്ട് കൊടുക്കേണ്ടി വരും, അത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടാവാറുണ്ട്? അത്തരത്തിലുള്ള ധാരണ ഇവനെ പോലെ ആൾക്കാരുടെ അടുത്ത് നമ്മളത് ചർച്ച ചെയ്യും. ഇങ്ങനെയാണോ വേണ്ടത്, ഏതാണോ? അപ്പോൾ പുള്ളി പറയാം അത് വേണ്ട, ഇതാവാം എന്നൊക്കെ പറയും. എന്തായാലും ഉണ്ടാവും. ഇറ്റ്സ് ഹെൽപ്ഫുൾ ആക്ച്വലി അല്ല എന്റെ ഭാഗത്ത്. പക്ഷെ എനിക്ക് എന്റെ ധാരണകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഫൈനലി ഇതിന്റെ ഔട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സിനിമ ആയിരിക്കില്ല അത്. നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോഴും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ എപ്പോഴും ആ ഡയറക്ടറുടെ കയ്യിലാണ് ആ സിനിമ എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ഔട്ട് ഞാൻ ഉദ്ദേശിച്ചതേ ആയിരിക്കില്ല. ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ വെറുതെ ഈ റൈറ്ററെ ലെൻസ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അബദ്ധമായി പോകാറുണ്ട് എനിക്ക്. ഈ കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ പറയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിനിമാ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സൗഹൃദത്തിന്റെ ബാക്കപ്പ് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് എത്രത്തോളം ആസ് എ റൈറ്റർ, ആസ് എ അഭിനേതാവ്
മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്? നല്ല രീതിയിൽ തന്നെയാണ്, ആ സൗഹൃദത്തിന്റെ ബേസിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ സർക്കിളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും. ജിഷ്ണു പറഞ്ഞേക്കണത് അടുത്ത പടത്തിൽ ഞാനുണ്ടെന്നാണ് അല്ലേ? ബുക്ക് ചെയ്തു അല്ല, അപ്പൊ അങ്ങനെ സർക്കിൾ നമ്മളിങ്ങനെ അതിന്റെ ബേസിലാണ് മലയാള സിനിമ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാലങ്ങളായിട്ട് ഇപ്പോഴും ഇത് ഇന്ന് നില തുടങ്ങിയ സൗഹൃദ ഗ്യാങ്ങുകളാണല്ലോ. ഇപ്പൊ നമ്മൾ ഏത് കാലഘട്ടം എടുത്താലും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ എടുക്കണം. അപ്പൊ അതിന്റെ ഒപ്പം നിൽക്കുക എന്നാണ്. ഇപ്പോഴും സിനിമ ചർച്ചകളിൽ സജീവമാകുന്നതാണോ കൂടുതൽ ഫ്രഷ് കണ്ടന്റുകൾ വരുന്നതിന് സഹായിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ചർച്ചകളിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യുമ്പോൾ വരാറുണ്ട്. പിന്നെ നമ്മൾ പത്രങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലും കണ്ടന്റുകൾ കിട്ടാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ സർക്കിളിൽ ചർച്ച ചെയ്യുന്ന ഭയങ്കര ഡീപ്പ് സീരിയസ് സിനിമകളൊക്കെയാണ്. അതിവിടെ എത്രത്തോളം ഓടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ സിദ്ധാർത്ഥേട്ടൻ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെക്കാറുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു കഥ. ഈ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അത് സംവിധാനം തന്നെ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കഥ പറയാൻ പറ്റണം. അത് ഇന്ന കഥ തന്നെ ആവണമെന്നില്ല. അതായത് കുടുംബചിത്രം തന്നെ ആവണമെന്നില്ല, ആക്ഷൻ പടം തന്നെ ആവണമെന്നില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ. നീ ഒരു 2 മണിക്കൂർ കഥ പറയുമ്പോൾ യു ഷുഡ്ന്റ് ബി ബോർഡ് ഹിയറിംഗ് മൈ സ്റ്റോറി. അത് മാത്രമേ ക്രൈറ്റീരിയ. ഈ സിനിമയിലേക്ക് വരുമ്പം തിരിച്ച് മധു അമ്പാട്ട് ഫ്രെയിമിലേക്കാണ് തിരികെ വരുന്നത്. എനിക്ക് തോന്നുന്നു അവരുമായിട്ട് അദ്ദേഹമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ചിത്രത്തിലേക്കുള്ള വീണ്ടും ഉള്ള ഒരു അസോസിയേഷൻ ഇല്ലേ, അത് എങ്ങനെയായിരുന്നു? ദാറ്റ് വാസ് വെരി നൈസ്, വെരി മാജിക്കൽ. വെരി ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമ ലൈഫ് തുടങ്ങുന്നത് പുള്ളിയുടെ കൂടെയാണ്. പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ഫിലിംസിൽ വരുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ജയരാജേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുള്ളിയുടെ ഫ്രെയിമിൽ നിൽക്കുന്നു, ഹീസ് റോളിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്. ഇദ്ദേഹം എത്രത്തോളം അഡ്വാൻസ്ഡ് ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾ മാറുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓരോ സിനിമയിലേക്ക് വരുമ്പോഴും പുള്ളിയുടെ ഫ്രെയിമുകൾ മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല. മേ ബി ഹി വുഡ് ഹാവ് അഡാപ്റ്റഡ് ടു ദ ടെക്നോളജി, ബട്ട് ഐ ഡോണ്ട് തിങ്ക് പുള്ളിയുടെ കളറും ഫ്രെയിമും സാധനമൊന്നും മാറിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ടെക്നോളജീനെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് സാധനങ്ങളൊക്കെ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തു. മുന്നൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് സിനിമയിലൊരു വഴിത്തിരിവാകുന്നത് രാജീവ് രവിയുടെ റൂംമേറ്റ് ആയിട്ട് വരുന്നതോടുകൂടിയാണ്. കുബ്രിക്കിന്റെ സിനിമകളൊക്കെ കണ്ടു തുടങ്ങുന്നതും അവിടെ നിന്നാണ്. ആ ഒരു യാത്ര ഇപ്പൊ ഇവിടെ ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ എങ്ങനെ തോന്നുന്നു? ഇറ്റ്സ് വെരി സ്വീറ്റ്, വെരി നൈസ്. ഇങ്ങനെയൊക്കെ എൻ്റെ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കാലഘട്ടം, ആ ഒരു അസോസിയേഷൻ എത്രത്തോളം അഭിനേതാവ് അല്ലെങ്കിൽ ഒരു എഡിറ്റർ അല്ലെങ്കിൽ ഒരു റൈറ്റർ, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്? കുറേ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട സിനിമകൾ എന്തൊക്കെയാണെന്നുള്ള എൻ്റെ ഒരു ധാരണയിലേക്ക് എത്തി. ഇപ്പം ആദ്യം ചിന്തിച്ചിരുന്ന സിനിമകളൊന്നും അല്ല ഇപ്പം ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് എവല്യൂഷനാണ്. പഠിക്കുന്നോറും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഹൗ ടു സേ, ഹൗ ടു ടോക്ക്. ഇപ്പം നോ മാൻസ് ലാൻഡിൽ നിന്നും യൂടെ അല്ലേ ഒരുപാട് മാറില്ല. ഇനി അടുത്തതിലേക്ക് കുറേ കൂടെ മാറില്ല. ഉറപ്പായിട്ടും ചേഞ്ച് വരും. ഇത് ആക്ടിങ്ങിലും ഉണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ ഒരു ഫിനിഷ്ഡ് ക്ലാസ് ഇല്ല. ഇത് കോൺസ്റ്റന്റ്ലി ലേണിംഗ് ആണ്. മാറിക്കൊണ്ടേയിരിക്കും, എവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ നോമാൻസ് ലാൻഡ് ഇതുപോലെ ഒരു വലിയ ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു. അതിലെ അഭിനയം, ലുക്കുമാന്റെ അഭിനയമാണെങ്കിലും അതെ, അതിൽ കുറച്ചുകൂടെ ഗ്രൂപ്പുകളിൽ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യപ്പെട്ട് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ, എന്നാൽ കൊമേഴ്ഷ്യലി അത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോയൊരു സിനിമ കൂടിയായിരുന്നു. അത് തന്നിട്ടുള്ള ഒരു അനുഭവം, അതിൽ നിന്നുണ്ടായിട്ടുള്ള ലേണിംഗ് എന്തൊക്കെയായിരുന്നു? അത് ഭയങ്കര ലേണിംഗ് ആണ്. കാരണം അതായിരുന്നു എന്നെ പഠിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് അതായിരുന്നു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഈ എപ്പിസോഡ് പോരാതെ വരും. അതുകൊണ്ട് ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പാടില്ലാത്ത വഴികളിൽ കൂടെയൊക്കെയാണ് ആ സിനിമ ചെയ്തെടുത്തത്. കാരണം അതിനൊരു പ്രോപ്പർ പ്രൊഡ്യൂസർ ഇല്ല, കയ്യിലുള്ള ചെറിയ പൈസകൾ എല്ലാവരും കൂടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. അത് പോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ 1 വർഷം എടുത്തു. 1 വർഷത്തിൻ്റെ സമയതാമസം കൊണ്ടല്ല, പൈസ വരുമ്പോൾ ഡബ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന സിനിമയാണത്. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പക്ഷേ അത് ഈ OTT എടുക്കുന്നവർ നമുക്കറിയില്ല ഇതെന്ത് ചെയ്യണമെന്ന് അപ്പോഴും അറിഞ്ഞു.
ഇത് എടുത്തു വെച്ചു, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് എന്താ ചെയ്യണ്ടേ, എങ്ങനെ കാണിക്കാൻ പറ്റും, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ പിച്ച് ചെയ്ത് നോക്കിയപ്പോൾ പ്രൈം എടുത്തു. അതാണ് അതിൻ്റെ അകത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഓക്കെ, അവിടെ നിന്ന് ഈ ഒരു മൂവിയിലേക്ക്, ഈ ഒരു പ്രമേയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇല്ല, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വിഷ്ണുരാജാണ് എൻ്റെ റൈറ്റർ. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ധാരണയിൽ തന്നെ പ്ലാൻ ചെയ്തിറക്കുക, ഒരു കുടുംബചിത്രം തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ എടുത്തതാണ്. പക്ഷെ അതിൻ്റെ ഷൂട്ട് തുടങ്ങാനായിട്ടുള്ള താമസം ഒരു 2 വർഷത്തോളം നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടും പിന്നെയും അതിൻ്റെ താമസങ്ങൾ കുറേ ഉണ്ടായിരുന്നു, കുറേ സ്ട്രഗിൾസും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം മലയാള സിനിമയിൽ ത്രില്ലറുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ വളരെ ചുരുക്കം ചില ഫീൽ ഗുഡ് സിനിമകൾ വരുന്നു. അത്തരത്തിലൊരു മാറ്റം മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഇത്തരം സിനിമകൾക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഓഡിയൻസ് അത് എടുക്കുന്ന രീതികളും വ്യത്യസ്തമാകുന്നുണ്ട്. ഒരു ത്രില്ലർ ആണെങ്കിൽ പോലും അവർക്ക് നീഡ് ഡൈവേഴ്സിറ്റി ഇൻ ദിസ്. അത്തരം ഒരു റിസപ്ഷന്റെ ഭാഗത്ത് നിന്ന് അത്തരം മാറ്റങ്ങളുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആ റിസപ്ഷന്റെ മാറ്റം ഉള്ളതുകൊണ്ടാണ് സിനിമകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രെൻഡിന് അതായത് പണ്ട് കുറച്ച് സമയം ആൾക്കാര് ഇത് ആർട്ട് സിനിമയാണോ ചോദിച്ചിരുന്ന കാലത്ത് സിനിമ അതൊക്കെ ഉറപ്പായിട്ടും ഭയങ്കര ഓഡിയൻസിന്റെ സ്ട്രെങ്ത് ആണ്. നമ്മുടെ എനിക്ക് തോന്നിയിട്ടുള്ള കേരളത്തിലെ ഓഡിയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓഡിയൻസ്, ഓപ്പൺ ടു എക്സ്പെരിമെന്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, അവരായിരുന്നു ബോറടിപ്പിക്കരുത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് കാറ്റഗറിയും ദേ ആർ വില്ലിങ്. ഗഗനചാരിയൊക്കെ കണ്ടിരുന്നു, സൈഫൈ ഫിലിം, കുറച്ച് പുതിയ സാധനങ്ങളായിരുന്നു. ബട്ട് വി ആർ വില്ലിങ് ഫോർ ദാറ്റ്. വി ആർ വില്ലിങ് ഫോർ കിഷ്കിന്ദ കാണ്ഡമോൾസോ, വി ആർ വില്ലിങ് ഫോർ ബ്രഹ്മയോഗം. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഡിഫറെൻ്റ് ആകാതെ വെറുതെ ഇറങ്ങിയിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും ഒരു തീരുമാനത്തിൽ തെറ്റ് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ജഡ്ജ്മെന്റിൽ തെറ്റ്, എന്റെ തീരുമാനത്തിൽ തെറ്റ് വന്നാൽ എന്റെ വിധിക്ക് തെറ്റ് വന്നു എന്നാണ് എന്റെ അർത്ഥം. എന്റെ വിധിനെ ഞാൻ തെറ്റിക്കാറില്ല. ഈ പറഞ്ഞ പോലെ തന്നെ വാണിജ്യ സിനിമകളും അതേപോലെ ആർട്ട് ഹൗസ് സിനിമകളും എന്ന് പറഞ്ഞ് ഒരു ബാരിയർ ഉണ്ടായിരുന്ന കാലത്തുനിന്ന് അങ്ങനെ ഒരു ഇന്റലക്ച്വൽ ഗേറ്റ് കീപ്പിംഗ് അവിടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഓഡിയൻസ് പോലും അത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇതിന്റെ ഒരു ലൈക്ക് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും മലയാള സിനിമേനെ ഇത് കൊണ്ടുപോകാന്നുള്ളത് എപ്പോഴേലും ആലോചന? ആസ് എ ഡയറക്ടർ, ആസ് എ റൈറ്റർ, ആസ് എൻ ആക്ടർ? നല്ല ഡയറക്ഷനിലേക്ക് തന്നെ അല്ലേ തന്നെയാണ്. ഇപ്പൊ നമ്മള് എന്തോരം ഇപ്പൊ മാർക്കോ ആസ് എ ഫിലിം എക്സ്പ്ലോറിങ് എക്സ്ട്രീം വയലൻസ് എന്നുള്ളതാണ് ഉള്ളത്. ബട്ട് അതും നമ്മളെ സപ്പോർട്ട് ചെയ്തു, നമ്മൾ ഇത് ചെയ്തു. സോ ഫിലിംസ് മറ്റേ ഷാക്കിൾസിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യത്തിലേക്കല്ലേ അത്. നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല പുതിയ പുതിയ തലങ്ങൾ വരട്ടെ. IFFK മുതൽ ആൾക്കാർ IFFK ഒരുപാട് പേര് കാണുന്നു. അതിനുശേഷം എംസോൺ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്റർനെറ്റിൽ ഉണ്ടാവുന്നു. വേൾഡ് സിനിമകൾ ഒരു മലയാളം സബ് ടൈറ്റിലാക്കിയിട്ട് അവര് കാണിച്ചിരുന്നു. അങ്ങനെ വന്ന് ഫൈനലി ആൾക്കാർ ഇതൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് അതിന്റെ സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരു ദിവസം എന്നിട്ട് ഓക്കെ ഇന്ന് നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു മാറ്റം തമാശകൾ അവതരിപ്പിക്കുന്നതിലും ഉണ്ടാകുന്നുണ്ട്. കൃത്യമായിട്ട് ഓഡിയൻസ് അതിനോട് കോൺഷ്യസ് ആണ്. ഒരാളെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ആളുകൾ കൃത്യമായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് ഈ തമാശകൾ അവതരിപ്പിക്കുന്നതിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സഞ്ജയന്റെ തമാശകൾ എടുത്ത് അത് വളരെ സിറ്റുവേഷണലാണ്. പെട്ടെന്നൊരു ചിലപ്പോൾ നമ്മൾ ആലോചിക്കുക പോലും ഇല്ലാത്തൊരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഓർഗാനിക്കലി റെസ്പോണ്ട് ചെയ്യുക കൂടിയാണ്. ഈ ഒരു മാറ്റം തമാശകളിൽ വരുന്നത് പലരും പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഫോഴ്സ്ഡ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സിദ്ധാർത്ഥേട്ടന്റെ സൂക്ഷ്മാസിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ മികച്ച തമാശകൾ എന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള പല സിനിമകളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർ ശരണ്യയില് ഒരു സീനുണ്ട്. ഞാൻ അർജുന ശോകനോട് പറയുന്നുണ്ട്, ഇനി നിന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് സീരിയല് കാണാൻ ഈ അഭിലാഷ് കുമാറിനെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട്. ഇയാളത് ചങ്ക് തകർന്നിട്ടാണ് പറയുന്നത്. അല്ലാതെ ഇയാൾക്ക് അറിഞ്ഞൂടാ അത് തമാശയാണെന്ന്. പക്ഷെ ചില സിനിമകളിൽ നമ്മൾ ബോധപൂർവ്വം ഇത് തമാശയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ പ്രശ്നം. ഇപ്പൊ സൂക്ഷ്മദർശിനിയിൽ പുള്ളിയുടെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് വേറെ പല വിഷയങ്ങളൊക്കെ നമ്മുടെ അതാണ് പുതിയ കാലഘട്ടത്തിന്റെ തമാശ. ഇപ്പൊ പ്രേമലു എടുത്താലും അങ്ങനെയൊക്കെ തന്നെ. അടി അതെ, അവര് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ.
അപ്പൊ അതാണ് പുതിയ കാലഘട്ടത്തിന്റെ തമാശ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് തമാശ ഉണ്ടാക്കുന്നത്. 10-20 കൊല്ലം മുമ്പേ നിന്റെ ശരീരഘടനനെ കളിയാക്കുമായിരുന്നു, ഇന്നത് തീരെ നോനോ ആണ്. അതെ, 20 years back it was okay. ഇന്ദ്രൻ സാറിനെയും ഒക്കെ നമുക്ക് കേട്ടിട്ട് അല്ലേ, ടൈം ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. നൂലുണ്ട ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇതില്. അപ്പൊ അത് മാറി. സൊസൈറ്റി ഹാസ് ചേഞ്ച്ഡ്. ഇത്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന തീമുകളിലും ഇത്തരം മാറ്റം വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മൾ പഴയ തമാശകൾ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ സിനിമകൾ മിസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. പലതും റിലീസ് ആവുന്നു, അത് മറ്റൊരു തരത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ഇത്തരം ഈ ഒരു കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അതിപ്പോ അവരുടെ ആഗ്രഹം പറയണല്ലേ. നമുക്ക് പഴയ ഒരു സിനിമ, ഇപ്പൊ നമ്മള് എത്രയോ പുതിയ സിനിമകളെ പറയുന്നുണ്ട്, അതൊരു പഴയ സിനിമ പോലെ ഉണ്ടെന്ന്. റിലീസ് ആയതിനു ശേഷം പഴയ സിനിമകളുടെ ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടേ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പുതിയ ആൾക്കാരെ അഡ്രസ് ചെയ്യുക, പുതിയ ആൾക്കാരുടെ ആവശ്യമുള്ളത് ചെയ്യുക. പിന്നെ ഈ പഴയതെന്ന് പറയുന്നത് നൊസ്റ്റാ ലവ് ആണ്. അത് യു കാൻ ചേഞ്ച് ദാറ്റ്, ഇറ്റ് ഈസ് ബോൺ വിത്ത് യു. ഇപ്പോൾ വലിയേട്ടനോ അല്ലെങ്കിൽ മറ്റേ വേറെ ഏതൊക്കെയോ നമ്മുടെ അല്ലല്ല സ്ഫടികം, മണിച്ചിത്രത്താഴ്, ഇതൊക്കെ CD-യിലും TV-യിലും കണ്ട ഒരു ജനറേഷൻ ഉണ്ട്. തിയേറ്റർ കിട്ടാത്ത ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിട്ടും ഓൾറെഡി നോൺ കഥകളോ പുതിയ ട്വിസ്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല. തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു കമ്മ്യൂണിറ്റി വാച്ചിങ്ങിന്റെ. മണിച്ചിത്രത്താഴൊക്കെ അങ്ങനെ കാണാൻ ഒരു അവസരം കിട്ടാന്ന് പറയുന്നത് എല്ലാവരും അത് ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും. ട്വിസ്റ്റ് ഒന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ ശോഭന ഇങ്ങനെ മാറും എന്നുള്ള ആ ട്വിസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ആളുകൾ ഓർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് സമീർ. എനിക്കറിയാം ഒരുപാട് പേര് ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സമീറിനെ കാണുമ്പോൾ അതിനെ കൂടുതൽ കാൽപ്പനികവൽക്കരിക്കുന്നുണ്ട് ആളുകൾ അതിനെ കുറിച്ചുള്ള നെറേറ്റീവില് പലതരത്തിലുള്ള റീഡിങ്ങുകൾ കൊണ്ടുവരുന്നുണ്ട്. അയാളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള കഥകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അയാളുടെ അവസാനത്തെ ഒരു ഉമ്മ എന്നുള്ള വിളിയിലുണ്ടാവുന്ന വൈകാരികത ഇപ്പോഴും ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും റെസ്പോൺസ് ഹുക്ക് ചെയ്തിട്ടുണ്ടോ? സമീർ എങ്ങനെയെങ്കിലും പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? സമീർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോന്ന്? ഇല്ലല്ല, സമീർ പോർട്രേ ചെയ്യാനായിട്ട് റിയൽ ലൈഫ് കുറെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സമീർ തന്നെ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു ആളല്ല. പേഴ്സണലി ഇൻ ദ സെൻസ് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന. എക്സാക്ട്ലി ഞാൻ അങ്ങനെ മറ്റേ കലേനെ അങ്ങനെ ഭയങ്കര, അതായത് അതൊരു മാസ്റ്ററിനാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. കല അയാളുടെ കയ്യിലുള്ളു എന്ന് പൂർണ്ണമായ ധാരണയുള്ള ഒരാൾക്കാണ് കവിത എഴുത്ത് നിർത്തിയിട്ട് ഞാൻ മറ്റേത് തുടങ്ങി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ കല എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ധാർഷ്ട്യമായിട്ട് പറയാൻ എനിക്ക് ആയിട്ടില്ല. ഞാൻ ഐ എം സ്റ്റിൽ എക്സ്പ്ലോറിങ്, ഐ എം സ്റ്റിൽ ലേണിങ്. സോ അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാലൊന്ന് ആണോ. പക്ഷെ ഞാനത് പോർട്രേ ചെയ്യുന്നതിൽ ഞാൻ ഇങ്ങനെ കുറേ അനാർക്കിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിൽ. അപ്പം അത് പോർട്രേ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും റീഡിങ്ങുകൾ ഹുക്ക് ചെയ്തിട്ടുണ്ടോ? സമീർ ഇങ്ങനെയാണെന്നുള്ള അല്ല, അത് ആ കണ്ട മറ്റേ വ്യൂവറിന് ഉണ്ടായ ആ ക്യാരക്ടറിന് ഉണ്ടായ ഒരു ധാരണയിൽ പുള്ളി എഴുതുന്നല്ലേ. അപ്പോൾ അത് എന്നെക്കാട്ടിലും കൂടുതൽ അഫക്റ്റ് ചെയ്യേണ്ട രഞ്ജിത്തേട്ടനാണ്. ബിക്കോസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിനെയാണ് ഇവിടെ വേറെ കഥയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഷുഡ് അഫക്റ്റ് ഹിം, നോട്ട് മീ. ഒരു സിനിമയിൽ നായകനല്ലാത്ത ഒരു സഹകഥാപാത്രം ആ സിനിമയുടെ മുകളിലൊക്കെ പോകുന്നത് വളരെ അപൂർവം ആണ്. അതിപ്പോൾ അത് ഇറ്റ്സ് നോട്ട് ഇൻറ്റൻഡഡ്, ഇറ്റ്സ് നോട്ട് എക്സ്പെക്റ്റഡ്. നമ്മൾ ചെയ്യുന്നു, നന്നായി ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ലാലേട്ടൻ്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ പുള്ളിയുടെയൊക്കെ എവറിബഡി നോസ് ഈസ് എ ലെജൻഡ്. സോ പുള്ളിയുടെ മുമ്പിൽ മര്യാദയ്ക്ക് ഡയലോഗൊന്നും ഫംബിൾ ചെയ്യാതെ ഡെലിവറി ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ റെഫറൻസസ് എടുക്കുക, പറഞ്ഞ ചില അനാർക്കിസ്റ്റുകളെ കണ്ടിട്ടുള്ളതും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പറയുന്ന ശൈലികളും ആ കവിത ചൊല്ലുന്ന ശൈലിയൊക്കെ അങ്ങനത്തെ ഒരു പുള്ളി പറയുന്നതൊക്കെ, സിഗരറ്റൊക്കെ കയ്യിൽ വെച്ചിട്ട് പറയുന്നതൊക്കെ അത് എനിക്ക് അനാർക്കിസ്റ്റുകളുടെ ബോഡി ലാംഗ്വേജ് ആണോ. സോ അപ്പോൾ അത് പോർട്രേയിൽ മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. പിന്നീട് വരുന്ന സാധനങ്ങളെല്ലാം അതിന് കിട്ടുന്ന ബോണസുകളാണ്, മാർക്സാണ്. സോ അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കൊണച്ച പ്ലാനിന് കയ്യടി പ്രതീക്ഷിച്ചിട്ടില്ല. നത്തിങ്. നമ്മളത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സജിൻ ചേട്ടൻ്റെ ക്യാരക്ടറിലാണെങ്കിലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തമാശകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കണ്ണൂർ സ്ക്വാഡിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പരിധി വരെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രേക്ഷകർ ആദ്യം കാണുമ്പോൾ പോലും അവരിലുണ്ടാവുന്ന ഇമോഷനല്ല പിന്നീട് ആ കഥാപാത്രത്തോട് തോന്നുന്നു.
അത് തന്നിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ലേ ലൈഫിൽ? അത് ഭയങ്കര, പ്രത്യേകിച്ച് ഒരു സീനൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു ക്യാരക്ടർ നമ്മൾ ആ നായകനായിട്ട് ചെയ്തിട്ട് അത് സിനിമ വിജയിക്കുമ്പോൾ അത് മുന്നോട്ട്, അത് ഭയങ്കര സ്വാഭാവികമാണ്. നമ്മൾ ഒരു സീൻ ചെയ്യുന്നു, ആ സീൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത. കാരണം ആരോടൊപ്പം അഭിനയിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, അത് വേറൊരു സംഭവമുണ്ട്. പക്ഷെ അതിന് കിട്ടുന്ന ഒരു സന്തോഷം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണൂർ സ്ക്വാഡിലെ ക്യാരക്ടർ ഇപ്പോഴും സ്പെഷ്യൽ ആണ്. ഇനി എഴുത്തിൽ സജീവമാവുന്നുണ്ടോ? ഇനിയുള്ള പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഇറങ്ങാനുള്ളത് ഇതാണ്. പിന്നെ ബിബിൻ ജോർജ് വിഷ്ണു അഭിനയിച്ചിട്ടുള്ള ഒരു പടം കൂടി ഇതുപോലെ റിലീസ് ആവാനുണ്ട്. പിന്നെ എഴുത്ത് നടക്കുന്നുണ്ട്, അതൊന്നും പറയാറായിട്ടില്ല. എന്തായാലും ഉണ്ടാവും എഴുത്ത്. സ്പോണ്ടേനിയസ്ലി കഥ ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കഥയൊക്കെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ അത് മുന്നോട്ട് പോയില്ല. കഥയൊന്നും നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇടിച്ചു അങ്ങനെ കഥ ഉണ്ടാക്കും. പക്ഷെ ചില ത്രെഡുകളായിരിക്കും നമുക്ക് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കഥകളാണ് നമ്മൾ കൂടുതൽ ഡ്രൈവ് ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ അതായിരിക്കും മനസ്സിൽ. എഴുതുക എന്നൊക്കെയുള്ള ഒരു ക്ലറിക്കൽ ജോബാണ്, ഒരു 50% ക്ലറിക്കലാണ്. അത് എഴുതണമെങ്കിൽ അകത്ത് സാധനം ചെയ്യാന്ന് പറയുന്നത് നമ്മള് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതൊക്കെ ഇങ്ങനെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അത്രയും നമുക്ക് ഇഷ്ടപ്പെടണം, അത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും. അതെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ കഥകൾ കിട്ടുന്ന വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം അറിയില്ല, നോക്കാം. അടുത്ത പ്രോജക്റ്റുകൾ ആക്ടിംഗ് ആണ് കൂടുതലും വരാനുള്ളത്. ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ കൂടെ ഒരു ഫിലിം ഉണ്ടായി. പിന്നെ ധീരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പടം ചെയ്തു, ദേവദത്ത് ഷാജി ഡയറക്റ്റ് ചെയ്ത് രാജേഷ് മാധവൻ അഭിനയിച്ചത്. പിന്നെ സുമതി വളവുണ്ട്, അർജുൻ അശോകൻ അഭിനയിക്കുന്നു, വിഷ്ണു ശശിശങ്കർ ഡയറക്റ്റ് ചെയ്യണം, അഭിലാഷ് പിള്ള എഴുതിയ പടം. അങ്ങനെ കുറച്ച് പടങ്ങൾ അഭിനയിച്ചിങ്ങനെ അഭിനയത്തിൽ ഇനി കൂടുതൽ സജീവമാകുന്നുണ്ടോ? കുറച്ച് സജീവമാവാന്ന് വിചാരിച്ചു, കുറച്ച് നാള്. കൂടുതൽ എളുപ്പം ഏത് പ്രോസസ്സാണ്? ആക്ടിങ് കൂടുതൽ അപ്ഡേറ്റ് ആയി നിൽക്കുന്നതാണ്. അല്ല, അപ്ഡേറ്റ് അല്ല, അത് ചെയ്യുന്നതിലും ക്യാരക്ടറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. ആസ് എ ഡയറക്ടർ യു നീഡ് ടു തിങ്ക് അബൌട്ട് എവ്രിബഡി. ആക്ടറിനെ കുറിച്ച് ചിന്തിക്കണം, മറ്റേ അല്ലാതെ ടെക് ടീമുകളെ കുറിച്ച് ചിന്തിക്കണം, എല്ലാം ചിന്തിക്കണം. ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ ജോബ്. കഥേനെ കുറിച്ച് ചിന്തിക്കണം, എടുക്കുന്ന ഷോട്ടിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബാണ്. ആക്ടറിന് ക്യാരക്ടറും ആ സീനും ആ സീനിൻ്റെ ലൈൻസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ വേറെ അധികം പണിയൊന്നും എടുക്കണം. കാപ്പിയൊക്കെ കുടിച്ച് അവിടെ എടുത്തു. അതാണ്. ഈ പറന്ന് ചെല്ലാനിലേക്ക് ഒരു വലിയ ടീം എത്തുന്നുണ്ട്. ആക്ടേഴ്സിന്റെ സൈഡിലാണ്, ടെക്നിക്കലി ആണെങ്കിലും ഇവർ ഒന്നിച്ചുകൊണ്ടോന്ന് നേരത്തെ സിദ്ധാർത്ഥേട്ടൻ പറഞ്ഞ പോലെ എത്രത്തോളം ശ്രമകരമായിരുന്നു? ഇല്ല, ഇത് കുറേ നാളത്തെ പ്രോസസ്സായിരുന്നു. ആക്ച്വലി ശ്രമകരമായിരുന്നു ഇത്രയും പേരെ കൊണ്ടുവരാനായിട്ട്. ടെക്നിക്കലി ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരെല്ലാവരും പോയി കണ്ട് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണമായിരുന്നു ആദ്യത്തെ ടാസ്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാം ഈ സ്ക്രിപ്റ്റ് ഞാൻ ഓൾറെഡി കൊടുത്തു. കാരണം ഞാൻ കഥ പറയാൻ വളരെ മോശമായതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഓൾറെഡി കൊടുത്ത് വായിക്കാൻ പറയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ വന്നതാണ്. ബേസിക്കലി നറേഷൻ എന്നുള്ള പാർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് വളരെ കുറവായിരുന്നു. ഞാനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോവും. ആക്ച്വലി ഇങ്ങനെ ആലോചിക്കാമല്ലോ, വേറെ കഥയൊക്കെയാണ് ആളുകൾ കേൾക്കുക. ഇപ്പം പറന്ന് ചെല്ലാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ സിനിമകളും പോലെ തന്നെ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറട്ടെ, ഒരു ചേഞ്ച് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു സിനിമയായിട്ട്, അത്ര ഒരു നരേറ്റീവായിട്ട് തന്നെ മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.